IS ഭീകരൻ ഫരീദാബാദ് ജയിലിൽ കൊല്ലപ്പെട്ടു. അയോധ്യ രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ട കേസിൽ അറസ്റ്റിലായ അബ്ദുൾ റഹ്മാനെയാണ് സഹതടവുകാരൻ അടിച്ചുകൊന്നത്. അരുൺ ചൌധരി എന്ന തടവുകാരനാണ് ഭീകരനെ ആക്രമിച്ചത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, IS ഭീകരനെ വധിച്ചത് സഹതടവുകാരനാണ്. എന്താണ് പോലീസ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്? പറയൂ ജിഷ്ണു. രാഖി KP, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഫരീദാബാദിൽ ജയിലിൽ വെച്ചാണ് IS ഭീകരൻ അബ്ദുൾ റഹ്മാൻ കൊല്ലപ്പെട്ടിട്ടുള്ളത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസം രാത്രി IS ഭീകരനെ സഹ തടവുകാരനായിട്ടുള്ള അരുൺ ചൌധരി അടിച്ച് കൊല്ലുകയായിരുന്നു. അതിൻ്റെ കാരണമോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണം നടക്കുന്നുണ്ട്, വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കാം എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അബ്ദുൾ റഹ്മാൻ എന്ന IS ഭീകരൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടിയിലാകുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ട ഗൂഢസംഘത്തിൽ ആ ഒരു ഭീകര സംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചു എന്ന് പോലീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് രാജസ്ഥാനിൽ വെച്ചായിരുന്നു ഗുജറാത്ത് ATSഉം ഒപ്പം ഫരീദാബാദ് പോലീസും കേന്ദ്ര ഏജൻസികളും ചേർന്നുകൊണ്ട് രാജസ്ഥാനിൽ വെച്ച് ജമ്മു കാശ്മീർ സ്വദേശിയായ IS ഭീകരൻ അബ്ദുൾ റഹ്മാനെ അറസ്റ്റ് ചെയ്തത്. ഇതുവരെ അബ്ദുൾ റഹ്മാൻ ജമ്മു കാശ്മീരിൽ നിംക ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഫരീദാബാദ് പോലീസിന്റെ നടപടികൾക്കായിട്ടായിരുന്നു ഫരീദാബാദ് ജയിലിലേക്ക് മാറ്റിയത്. അതിനിടയിലാണ് IS ഭീകരനെ ജയിലിൽ വെച്ച് സഹ തടവുകാരനായിട്ടുള്ള അരുൺ ചൌധരി അടിച്ചുകൊന്നത്. മൃതദേഹം നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളും അന്വേഷണവും പൂർത്തിയാക്കിയായിരിക്കും മൃതദേഹം ജമ്മു കാശ്മീരിലേക്ക് കൊണ്ടുപോവുക. അന്വേഷണത്തിനിടെ അബ്ദുൾ റഹ്മാന് ISുമായും ഒപ്പം അൽ ഖ്വയ്ദയുമായും അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇവരുമായി ആശയവിനിമയം നടത്തുകയും അയോധ്യയിൽ രാമക്ഷേത്രം തകർക്കുന്നതിന്, അവിടെ സ്ഫോടനം നടത്തുന്നതിന് ഗൂഢാലോചന നടത്തി എന്നുള്ളതും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ആ കേസിന്റെ അന്വേഷണം മുൻപോട്ട് പോകുമ്പോഴാണ് ജയിലിൽ വെച്ച് IS ഭീകരനെ അരുൺ ചൌധരി എന്ന സഹ തടവുകാരൻ അടിച്ചുകൊല്ലുന്നത്. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. മൃതദേഹം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. രാഖി. ശരി ജിഷ്ണു, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണല്ലേ. ഒരു IS ഭീകരൻ അയോധ്യ രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ട കൊടും ഭീകരനാണ്. എന്തായാലും ആ ഭീകരന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നുള്ളതാണ്. അതെ.